ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്നത്തെ വീഡിയോ ചിക്കൻ നഗറ്റ്സ് ആണ്. എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം ഞാനിവിടെ 5 സ്ലൈസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. അതിനെ ഒരു ബൗളിലോട്ട് ഒന്ന് ചെറുതായിട്ട് ഒന്ന് പിച്ചിയിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് കുതിരാൻ വെക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഇളം ചൂടുള്ള പാലാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇതിനെ നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായി ഒരു 300 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ബോൺലെസ് ചിക്കനാണ്, ഒട്ടും തന്നെ എല്ലില്ലാത്ത ചെറിയ പീസുകളാക്കിയ ചിക്കനാണ്. ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാണ് ആക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ഒരു ജാർ എടുത്ത് വയ്ക്കുക. അതിലൊട്ടും തന്നെ വെള്ളമൊന്നും ഇല്ലാതെ ഒന്ന് തുടച്ചെടുത്തിരിക്കുകയാണ്. ഇതിലോട്ട് ഒരു അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ചെറുതായി കട്ട് ചെയ്ത് ഇതിലിട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെയൊക്കെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കാവുന്നതാണ്. ഇനി നമ്മൾ കഴുകി വെള്ളം കളഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ രീതിയിൽ ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട്. മിക്സിയിൽ ചെറിയ സ്പീഡിൽ ഒന്ന് അടിച്ചെടുത്താൽ മതിയാകും. അതിന് ഞാനൊരു ബൗളിലോട്ട് മാറ്റുകയാണ്. നല്ല അരഞ്ഞു പോവാതെ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ കുതിരാൻ വെച്ചിരിക്കുന്ന ബ്രെഡ് പാല് മാറ്റിയിട്ട് നമുക്ക് ആ ബ്രെഡ് മാത്രം ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ബ്രെഡ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്കിതിലോട്ട് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ ഒരു ചെറിയ ടിന്നിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ്. 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ഇതൊക്കെ സാധനങ്ങൾ പൊടികളൊക്കെ മാറ്റം വരുത്താവുന്നതാണ്. ഇനി ഞാനിവിടെ ചേർക്കുന്നത് കോൺഫ്ലവറാണ്. അത് ഒരു 2-2.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ കോൺഫ്ലവറും കൂടെ നല്ലതുപോലെ ഇതിൽ മിക്സ് ആകുന്ന രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കാം. കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് വീതം ഒന്ന് കയ്യിൽ ചെറുതായിട്ടൊന്ന് എണ്ണ എന്തെങ്കിലും തടവിയാൽ അത് ഒട്ടിപ്പിടിക്കത്തില്ല. അത് കുറേശ്ശെ എടുത്ത് ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കിയെടുക്കാവുന്നതാണ്. മാക്സിമം നൈസായിട്ടൊക്കെ ആക്കുന്നതായിരിക്കും ഇത് നല്ലത്. അതായത് നമ്മളിത് വേവിച്ചെടുക്കാതെയാണ് ഇത് അടിച്ചിരിക്കുന്നത്. അത് പച്ചയ്ക്കാണ് നമ്മളിത് ചിക്കനൊക്കെ ഇതിൽ ചേർത്തിരിക്കുന്നത്. അത് മാക്സിമം നൈസാക്കി എടുക്കാൻ നോക്കുക. ഞാൻ ഇതുപോലെ ചെറിയ നൈസാക്കിയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ ആക്കി വെച്ചതിന് ശേഷം പിന്നെ മറ്റൊരു ബൗളിൽ ഞാൻ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ നേരത്തെ ബ്രെഡിൻ്റെ ബാക്കി പാലുണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ച് പാൽ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുരുമുളക് നല്ലതുപോലെ പൊടിഞ്ഞ കുരുമുളക് പൊടിയല്ല ഇതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് ഞാൻ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്ത കുരുമുളക് പൊടിയാണ്. ഇതിലൊക്കെ ചെറിയ രീതിയിൽ ഈ കുരുമുളകൊക്കെ ഇതുപോലെ കിടക്കുന്നത് ഇതിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് പൊടി ചേർക്കാതെ ഇത് ചതച്ചത് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഓരോ ഇതും നമ്മൾ ഈ മുട്ടയിലോട്ടൊന്ന് മുക്കിയെടുക്കുക. അത് കുറച്ച് ബ്രെഡ് ക്രംസിൽ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുക.
ഇതുപോലെ എല്ലാം ചെയ്തെടുത്ത് വയ്ക്കാം. ഇതുപോലെ ഞാൻ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു പാനിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ സാധാരണ ഇതുപോലുള്ള ഐറ്റംസൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കാതിരിക്കുകയാണ് നല്ലത്. വെളിച്ചെണ്ണ അല്ലാതെ വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ അങ്ങനെയുള്ള ഏതെങ്കിലും ഓയിൽ ചേർക്കുന്നതായിരിക്കും നല്ലത്. ഫ്ലെയിം കൂട്ടിയാൽ ഇത് വേഗം കരിഞ്ഞു പോവും. അതുകൊണ്ട് ഫ്ലെയിം കുറച്ച് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ നഗറ്റ്സാണ് ഇത്. ചൂടോടുകൂടി കഴിക്കാനൊക്കെ വളരെ ടേസ്റ്റാണ്. ട്രൈ ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒരിക്കൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ നഗറ്റ്സ് തയ്യാറായിട്ടുണ്ട്. ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലൊന്ന് ഓണാക്കുക. തുടർന്നിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഒരെണ്ണം എടുത്ത് ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. നല്ല ചൂട് കാരണം ഒന്നെടുക്കാനൊക്കെ പാടാണ്. അകമൊക്കെ ഒന്ന് വെന്താന്നൊക്കെ ഒന്ന് നോക്കാം. നല്ലതുപോലെ എല്ലാം വെന്തിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.